ഹലോ ഫ്രണ്ട്സ്, ഏണസ്റ്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ ദിവസം കേരള PSC പോളിടെക്നിക് കോളേജുകളിലേക്കുള്ള ലെക്ചർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തസ്തികയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏണസ്റ്റ് അക്കാദമിയെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു ദിനമായിരുന്നു അത്. കാരണം 110 പേരടങ്ങുന്ന ആ മെയിൻ ലിസ്റ്റിൽ 25ലധികം ഉദ്യോഗാർത്ഥികൾ ഏണസ്റ്റ് അക്കാദമിയുടെ പാർട്ടായിട്ട് ആ റാങ്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ 15 ടോപ്പ് 15 റാങ്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏണസ്റ്റ് അക്കാദമിയുടെ ഭാഗമായിട്ട് 5 ഉദ്യോഗാർത്ഥികൾ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവരുടെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. സെക്കൻഡ് റാങ്ക് ലഭിച്ച മുഹമ്മദ് ഷമീം N, അതുപോലെ തന്നെ 5th റാങ്ക് ലഭിച്ച ജിഷ്ണു M, 6th റാങ്ക് ലഭിച്ച ശ്രീഹരി S, 7th റാങ്ക് ലഭിച്ച ഗ്രേസ് മോൻ LR, അതുപോലെ തന്നെ 13th റാങ്ക് ലഭിച്ച റമീസ് മോൻ K. അപ്പം ഇത്രയും പേർക്ക് ആദ്യത്തെ 15 റാങ്കിനുള്ളിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏണസ്റ്റ് അക്കാദമിയുടെ പാർട്ടായിട്ട് നിരവധി ഉദ്യോഗാർത്ഥികൾ, അതായത് 25ലധികം ഉദ്യോഗാർത്ഥികൾ ആ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. നിങ്ങൾക്ക് എത്രയും വേഗം തന്നെ അഡ്വൈസ് ലഭിച്ച് ജോലിയിൽ പ്രവേശിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച പോളിടെക്നിക് കോളേജുകളിലേക്ക് തന്നെയുള്ള ലെക്ചർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് തസ്തികയുടെ റാങ്ക് ലിസ്റ്റും PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിലും 30ലധികം ഉദ്യോഗാർത്ഥികളാണ് ഏണസ്റ്റ് അക്കാദമിയുടെ പാർട്ടായിട്ട് ആ റാങ്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു നോട്ടിഫിക്കേഷൻ വരുന്നു. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ ബേസ് ചെയ്ത് ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം നമ്മുടെ പാർട്ടായിട്ട് ആ കോഴ്സിൽ പഠിച്ച് ഇത്രയും ഉയർന്ന റാങ്ക് നേടുമ്പോൾ അപ്പം നമുക്ക് അത് വളരെ അഭിമാനകരമായ ഒരു നിമിഷങ്ങൾ തന്നെയാണ്. കാര്യം നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് അല്ലെങ്കിൽ മെറ്റീരിയൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നു എന്നതിൽ അറിഞ്ഞതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഏണസ്റ്റ് അക്കാദമിയെ സംബന്ധിച്ച് ഇതൊരു ചരിത്ര വിജയം കൂടി തന്നെയാണ്. ഞാൻ അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ക്രീനിൽ 4 പേരുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 4 പേരുടെയും സാഹചര്യം നമുക്കറിയാം. ഒരു എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ പലരുടെയും സാഹചര്യങ്ങൾ ഡിഫറെന്റ് ആണ് അല്ലേ. അപ്പം ഈ പറഞ്ഞ 4 പേരുടെയും സാഹചര്യങ്ങൾ ഡിഫറെന്റ് ആണ്, അതായത് എക്സാം പ്രിപ്പറേഷനിലുള്ള സാഹചര്യങ്ങൾ ഡിഫറെന്റ് ആണ്. അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. സെക്കൻഡ് റാങ്ക് ലഭിച്ച മുഹമ്മദ് ഷമീം N, അതായത് ലെക്ചർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ സെക്കൻഡ് റാങ്ക് ആയിരുന്നു മുഹമ്മദ് ഷമീമിന് ഉണ്ടായിരുന്നത്. അപ്പൊ അതിനു മുമ്പ് KWA അസിസ്റ്റന്റ് എഞ്ചിനീയർ, അതായത് കേരള വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയ്ക്ക് വേണ്ടിയിട്ടും ഷമീം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു ഷമീമിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഷമീം എക്സാം അദ്ദേഹത്തിന്റെ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം PSC എക്സാം പ്രിപ്പയർ ചെയ്ത് വളരെ വേഗത്തിൽ തന്നെയാണ് ഈ ഒരു അച്ചീവ്മെന്റ് ഷമീം നേടിയെടുത്തത്. അതുപോലെ തന്നെ തുളസി സി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ്, ലെക്ചർ ഇൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ 4th റാങ്ക് ലഭിച്ച ഉദ്യോഗാർത്ഥിയാണ്. തുളസി സി തന്റെ കോഴ്സ് 2008 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം വലിയൊരു ഗ്യാപ്പ് തുളസി സി എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് 2008 കോഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം 2023 നോട്ടിഫിക്കേഷൻ വന്ന ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടായിരുന്നു തുളസി സി പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ആദ്യത്തെ ആ ഒരു പ്രിപ്പറേഷൻ തന്നെയായിരുന്നു ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് തുളസി നടത്തിയിരുന്നത്. അപ്പോൾ ആദ്യ ശ്രമത്തിൽ തന്നെ 4th റാങ്ക് എന്ന് പറഞ്ഞൊരു സുവർണ്ണ നേട്ടമാണ് തുളസി സിക്ക് ഇവിടെ ലഭിച്ചത്. അതുപോലെ തന്നെ ശ്രീഹരിയസിന് ലെക്ചർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തസ്തികയിൽ റാങ്ക് ലിസ്റ്റിൽ 6th റാങ്ക് ആണ് ലഭിച്ചിരുന്നത്. അപ്പോൾ ശ്രീഹരി എന്ന് പറഞ്ഞ ഒരു ഉത്തരവാദിത്തപ്പെട്ട ജോലി ഉള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ ആ ജോലി തിരക്കുകൾക്കിടയിലാണ് ശ്രീഹരി ടൈം കണ്ടെത്തി പ്രിപ്പയർ ചെയ്തത്. അതുപോലെ തന്നെ ആകാശ് ബിജു എന്ന് പറഞ്ഞാൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ 19th റാങ്കാണ് ആകാശ് ബിജുവിന് ലഭിച്ചത്. അപ്പോൾ ആകാശ് ബിജുവിന്റെ സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം 22ാമത്തെ വയസ്സിലാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത്. ഇപ്പോൾ നിലവിൽ ലാറ്റർ എൻട്രി കഴിഞ്ഞതിന് ശേഷം BTech പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് ഈ ആകാശ് ബിജു. അപ്പോൾ തന്റെ പഠന കാലയളവിനുള്ളിൽ തന്നെ ഇങ്ങനെ ഒരു സുവർണ്ണ നേട്ടം ആകാശ് ബിജുവിന് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാഹചര്യം എന്തുമായിക്കോട്ടെ, കാര്യം നമ്മളൊരു എക്സാമിന് വേണ്ടി തയ്യാറെടുത്ത് തുടങ്ങുമ്പോൾ ഉദ്യോഗാർത്ഥികൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ് പല സാഹചര്യങ്ങൾ. കാര്യം സമയമില്ലായ്മ, അതുതന്നെ വീട്ടിലെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കാം, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകാം. അപ്പം എന്ത് പ്രശ്നവും ആയിക്കോട്ടെ, വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ഡെഡിക്കേറ്റീവ് ആയിട്ട് പഠിക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ഈ പറഞ്ഞ രീതിയിലുള്ള ചരിത്ര വിജയങ്ങൾ ആവർത്തിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിനായിട്ട് ടീം ഏണസ്റ്റ് എപ്പോഴും റെഡിയാണ്. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചരിത്ര വിജയങ്ങൾ ആവർത്തിക്കാനായിട്ട് ടീം ഏണസ്റ്റും അതുപോലെ തന്നെ ടീം ഏണസ്റ്റിന്റെ ഫാക്കൽറ്റീസും എല്ലാവരും തന്നെ റെഡിയാണ്. അപ്പം ഇതുപോലുള്ള നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് തീർച്ചയായും നിങ്ങളെ കൊണ്ടും സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി ഒരുപാട് എക്സാമുകളാണ് നിങ്ങളുടെ മുന്നിലുള്ളത് അല്ലേ. അതായത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമുകൾ വരുന്നുണ്ട്, അതുപോലെ ട്രേഡ്സ്മാൻ എക്സാമുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ബ്രാഞ്ചുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ എക്സാമിന് ഉടൻ വരാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ RRB റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ജൂനിയർ എഞ്ചിനീയർ, അത് BTech ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തസ്തികയാണ്. അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിട്ടാണ് ഒരുപാട് എക്സാമുകളാണ് ഇനി വരാൻ പോകുന്നത്.
പ്രോഗ്രാമർ, അതുപോലെ തന്നെ ജൂനിയർ അനലിസ്റ്റ്, അങ്ങനെ ഒരുപാട് എക്സാമുകളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പം ഏത് എക്സാമിനാണോ നിങ്ങൾ തയ്യാറെടുക്കുന്നത് അതിനെല്ലാം നിങ്ങൾ ഡെഡിക്കേറ്റീവ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ഏതൊരു ഒരു എക്സാം എടുക്കുക, അതിന്റെ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ കൊണ്ട് തീർച്ചയായും നിങ്ങൾക്കും ഈ പറഞ്ഞ രീതിയിൽ ഉന്നതമായ റാങ്കുകൾ നേടാനായിട്ട് സാധിക്കുന്നതാണ്. അതിനായിട്ട് ടീം ANS റെഡിയാണ്. അപ്പം നമുക്ക് ഈ പറഞ്ഞ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കോഴ്സുകളും ANS അക്കാദമിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലുള്ള ചരിത്ര വിജയങ്ങൾ ആവർത്തിക്കാനായിട്ട് ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ തയ്യാറാണോ? ഓക്കെ. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഈ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ ANS അക്കാദമിയിൽ അവൈലബിൾ ആണ്. നമ്മുടെ കോഴ്സുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനും അതുപോലെ അഡ്മിഷൻ എടുക്കാനായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.